പൂർണ്ണ അടച്ചിടലിലേക്ക് നീങ്ങുകയാണ്. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കും. ഇന്ന് 38,460 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 1,44,345 പരിശോധനകളാണ് നടന്നത്. 54 പേർ മരണമടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 4,02,650 പേരാണ്. സർക്കാർ സംവിധാനങ്ങളാകെ കോവിഡ് പ്രതിരോധത്തിൽ മുഴുകുകയാണ്. ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികളും ജില്ലാ കലക്ടർമാരും സംസ്ഥാനത്താകെയുള്ള സ്ഥിതി റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വ്യാപനത്തിന്റെയും ലോക്ക്ഡൌണിന്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഈ മാസം തുടരും. കിറ്റുകൾ അടുത്തയാഴ്ച കൊടുത്തു തുടങ്ങും. അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യും. 18-45 വയസ്സ് പരിധിയിലുള്ളവർക്ക്, 18 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് പൂർണ്ണമായും ഒറ്റയടിക്ക് വാക്സിൻ നൽകുവാൻ നമുക്ക് കഴിയില്ല. മറ്റ് രോഗങ്ങളുള്ളവർക്ക് മുൻഗണന നൽകും. രോഗമുള്ളവരുടെയും ക്വാറന്റൈൻകാരുടെയും വീട്ടിൽ പോകുന്ന വാർഡ് തല സമിതിക്കാർക്കും മുൻഗണന നൽകും. വാർഡ് തല സമിതിക്കാർക്ക് വാർഡിൽ സഞ്ചരിക്കാൻ പാസ് നൽകും. കാരണം അവർക്ക് വീടുകളിലേക്ക് പോകണം, രോഗികളുടെ വീടുകളിൽ പോകാനുണ്ടാവും, അതിന് തടസ്സമുണ്ടാകാതിരിക്കാൻ. ലോക്ക്ഡൌൺ ഘട്ടത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകേണ്ടവർ പോലീസിൽ നിന്ന് പാസ് വാങ്ങണം. ആരോഗ്യ പ്രവർത്തകർ ആവശ്യത്തിനില്ലാതെ വരുമ്പോൾ അതുണ്ടാക്കാനിടയുള്ള പ്രയാസം പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികൾക്കും മറ്റും പരിശീലനം നൽകി അവരുടെ സന്നദ്ധ പ്രവർത്തനം പ്രയോജനപ്പെടുത്തും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു വരുന്നവർ, കേരളത്തിന് പുറത്തു നിന്ന് യാത്ര ചെയ്തു വരുന്നവർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അത് നിർബന്ധമാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവർ സ്വന്തം ചെലവിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. ലോക്ക്ഡൌൺ കാലത്ത് തട്ടുകടകൾ തുറക്കരുത്. വാഹന റിപ്പയർ വർക്ക്ഷോപ്പ് ആഴ്ചയുടെ അവസാനം 2 ദിവസം തുറക്കാം. ഹാർബറിൽ ലേലം വലിയ തോതിൽ ആൾക്കൂട്ടമുണ്ടാകുന്നതായതുകൊണ്ട് ആ ലേല നടപടി ഒഴിവാക്കേണ്ടതാണ്. മറ്റു ക്രമീകരണങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിരുന്നു, അത് ആ തരത്തിൽ തുടരേണ്ടതാണ്. ബാങ്കുകൾ ഒന്നിടവിട്ട് ദിവസം പ്രവർത്തിക്കുന്നതാണ് നല്ലത്. തിങ്കൾ, ബുധൻ, വെള്ളി വാർ റൂമിൽ വിവരം ലഭ്യമാക്കാനുള്ള സംവിധാനം ഒരുക്കും.
നല്ലത്. അയൽപക്കവുമായി ബന്ധപ്പെടേണ്ടി വരും. ബന്ധപ്പെടേണ്ടി വരും. മുറിയിലോ ആവുന്നതാണ് നല്ലത്. അയൽപക്കവുമായി ബന്ധപ്പെടേണ്ടി വരും. രാജ്യത്താകെ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. 4 ലക്ഷത്തിൽ പരം കേസുകളും 4000-ഓളം മരണങ്ങളുമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കോവിഡിന്റെ 2ാം തരംഗത്തെക്കുറിച്ചുണ്ടായിരുന്ന എല്ലാ കണക്കുകൾക്കും അപ്പുറമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപനം. ദേശീയതല വിദഗ്ധ സമിതികൾ ഉൾപ്പെടെ പരമാവധി 2.5 ലക്ഷത്തോളം കേസുകളാണ് കോവിഡ് ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ ഉണ്ടാവുക എന്നായിരുന്നു വിലയിരുത്തിയിരുന്നത്. എന്നാൽ 4 ലക്ഷവും കടന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത് വേണം കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എത്തിയത്. വാരാന്ത്യങ്ങളിലെ നിയന്ത്രണങ്ങൾ, രാത്രികാല നിയന്ത്രണം, ഇതൊക്കെ കുറച്ച് നാളുകളായി നാം നടപ്പിലാക്കി വരുന്നുണ്ട്. ജീവനും ജീവനോപാധികളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇവ രണ്ടും കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം ജീവനുകൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. അതാണ് പ്രാഥമികമായ ഉത്തരവാദിത്വം. രോഗം കൂടുതലായി വ്യാപിക്കുമ്പോൾ അതിനാനുപാതികമായി മരണസംഖ്യയും ഉയരും. രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിലും അധികമായാൽ വലിയ വിപത്താകും സംഭവിക്കുക. അത്തരമൊരു സാഹചര്യം ഉരുത്തിരിയുന്നത് ഒഴിവാക്കാനാണ് ലോക്ക്ഡൌണിലൂടെ ശ്രമിക്കുന്നത്. കേരളത്തിലെ ഉയർന്ന ജനസാന്ദ്രത കണക്കിലെടുക്കുമ്പോൾ ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം കുറക്കാൻ ലോക്ക്ഡൌൺ പോലെ ഫലപ്രദമായ മറ്റൊരു നടപടിയില്ല. വയോജനങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെയും ജനസംഖ്യാപരമായ ഉയർന്ന അനുപാതവും കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ രോഗവ്യാപനം മറ്റെവിടത്തേക്കാളും ശക്തമാകാനും മരണം വിതക്കാനും സാധ്യത കേരളത്തിലുണ്ട്. മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു പലയിടത്തേക്കാൾ കുറഞ്ഞ മരണനിരക്ക് നമുക്ക് നിലനിർത്താൻ സാധിച്ചേക്കാം. മരണനിരക്ക് എത്ര കുറഞ്ഞാലും രോഗികളുടെ എണ്ണം ഉയർന്നാൽ മരണസംഖ്യയും ഉയരും. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കിയേ തീരൂ.
ഇന്നലെ ഉണ്ടായത് 42,000-ത്തിലധികം കേസുകളാണ്. ആ കേസുകൾക്ക് കാരണമായ സമ്പർക്കം 7 മുതൽ 10 ദിവസം മുൻപ് വരെ സംഭവിച്ചതായിരിക്കും. പുതുതായി രോഗികളാകുന്നവർക്ക് ഓക്സിജൻ, ICU പോലുള്ള കാര്യങ്ങൾ ആവശ്യമായി വരിക മിക്കവാറും ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഉടനെ തന്നെ രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരാഴ്ചയിൽ കൂടുതൽ സമയം ലോക്ക്ഡൌണിന്റെ ഗുണഫലം കാണുന്നതിനായി എടുക്കും. ലോക്ക്ഡൌണിനപ്പുറമുള്ള നിയന്ത്രണമാണ് ഓരോരുത്തരും പാലിക്കേണ്ടത്. ലോക്ക്ഡൌൺ സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഏകദേശം 25,000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചത്. ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട മുതിർന്ന ഓഫീസർമാർ നേതൃത്വം നൽകും. ലോക്ക്ഡൌൺ കാലത്ത് ചരക്ക് ഗതാഗതത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. എന്നാൽ ജനങ്ങളുടെ യാത്ര നിയന്ത്രിക്കാൻ കർശന നടപടി സ്വീകരിക്കും. ലോക്ക്ഡൌൺ കാലത്ത് ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ പോലീസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിക്കും. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത് പൊതുജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടികളുമായി പൂർണ്ണമായും എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്ക് ജീവൻ രക്ഷാ ഔഷധങ്ങൾ എത്തിച്ചു നൽകാൻ കഴിഞ്ഞ തവണത്തേതുപോലെ ഹൈവേ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സുമായി സഹകരിച്ചായിരിക്കും ഇവരുടെ പ്രവർത്തനം. ദക്ഷിണമേഖല IG ഹർഷിത അട്ടല്ലൂരിയാണ് ഇതിന്റെ നോഡൽ ഓഫീസർ. സാമൂഹ്യ മാധ്യമങ്ങളിൽ കോവിഡിനെ സംബന്ധിച്ച് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നതിനെതിരെ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കോവിഡിനെതിരെ വീട്ടിൽ തയ്യാറാക്കാവുന്ന മരുന്ന്, ആശുപത്രി കിടക്കകളുടെ ദൗർലഭ്യം, ലോക്ക്ഡൌൺ സംബന്ധിച്ച തെറ്റായ നിർദ്ദേശങ്ങൾ എന്നിവയാണ് അവയിൽ ചിലത്. വ്യാജ സന്ദേശങ്ങൾ തയ്യാറാക്കുന്നത് മാത്രമല്ല, അവ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതും കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ചെയ്യുന്ന തെറ്റിന്റെ ആഴം മനസ്സിലാക്കാതെയാവും പലരും അവ ഷെയർ ചെയ്യുന്നത്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വ്യാജ സന്ദേശങ്ങൾ തയ്യാറാക്കുന്നവരെയും ഷെയർ ചെയ്യുന്നവരെയും കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരെ കണ്ടെത്താൻ പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് ക്രൈം എൻക്വയറി സെല്ലിനും
തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ സൈബർ ഡോമിനും നിർദ്ദേശം നൽകി. ജില്ല വിട്ട് യാത്ര ചെയ്യുന്നതിന് പാസ് വാങ്ങണമെന്ന് ഇത്തവണ നിർദ്ദേശം നൽകിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഇത്തരം നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനായി അന്ന് പുറത്തിറക്കിയ പാസിന്റെ മാതൃകകൾ ഇപ്പോൾ പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണാജനകമായ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും. അന്തർജില്ലാ യാത്രകൾ പരമാവധി ഒഴിവാക്കുകയാണ് ഉചിതം. ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുന്നവർ പേരും മറ്റു വിവരങ്ങളും യാത്രയുടെ ഉദ്ദേശവും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സത്യവാങ്മൂലം കയ്യിൽ കരുതണം. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, വളരെ അടുത്ത രോഗിയായ ബന്ധുവിനെ സന്ദർശിക്കൽ, ഒരു രോഗിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ, ഇത്തരത്തിലുള്ള തികച്ചും ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങൾക്ക് മാത്രമേ ജില്ല വിട്ടുള്ള യാത്ര അനുവദിക്കൂ. മരണാനന്തര ചടങ്ങുകൾ, നേരത്തെ നിശ്ചയിച്ച വിവാഹം എന്നിവയ്ക്ക് കാർമ്മികത്വം വഹിക്കേണ്ട പുരോഹിതന്മാർക്ക് ജില്ല വിട്ട് യാത്ര ചെയ്യുന്നതിനും തിരിച്ചു പോകുന്നതിനും നിയന്ത്രണമില്ല. സ്വയം തയ്യാറാക്കിയ സത്യപ്രസ്താവന, തിരിച്ചറിയൽ കാർഡ്, ക്ഷണക്കത്ത് എന്നിവ അവർ കയ്യിൽ കരുതേണ്ടതാണ്. അതിഥി തൊഴിലാളികളുടെ ജോലിയും വരുമാനവും നഷ്ടപ്പെടുത്തരുതെന്ന കണക്കൂട്ടലിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുമതി നൽകിയിട്ടുള്ളത്. അതിഥി തൊഴിലാളികൾ കോവിഡ് ബാധിതരല്ലെന്ന് ഉറപ്പാക്കി അവർക്ക് നിർമ്മാണ സ്ഥലത്ത് തന്നെ താമസ സൗകര്യവും ഭക്ഷണവും നൽകേണ്ട ബാധ്യത കരാറുകാരന് അല്ലെങ്കിൽ കെട്ടിട ഉടമസ്ഥന് ഉണ്ട്. അതിന് സാധിക്കാത്ത പക്ഷം അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കി നൽകേണ്ടതാണ്. ചിട്ടിത്തവണ പിരിക്കാനും കടം നൽകിയ പണത്തിന്റെ മാസത്തവണ വാങ്ങാനുമായി ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ വീടുകൾ സന്ദർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സന്ദർശനങ്ങൾ ലോക്ക്ഡൌൺ അവസാനിക്കുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 22,325 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 12,684 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 64,59,650 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. വികേന്ദ്രീകൃതമായ സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ സംവിധാനത്തിലൂടെ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിവരുന്നുണ്ട്. വയോജനങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, ട്രാൻസ്ജെൻഡറുകൾ, ഭിന്നശേഷി വിഭാഗക്കാർ തുടങ്ങിയവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഊന്നൽ നൽകേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനാണ് ശ്രമിക്കുന്നത്.
കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുള്ളത്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി 500-ൽ പരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയത്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും ചികിത്സക്കായുള്ള ക്ലിനിക്കുകൾ കോവിഡ് കാലത്തിന് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. കോവിഡ് കാലത്ത് ജീവിതശൈലി രോഗമുള്ളവർക്ക് മരുന്നുകൾ വീടുകളിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഇത് മുഖാന്തരം നടപ്പാക്കിയിരുന്നു. ഇവർക്കാവശ്യമായ സുരക്ഷ കൂടുതൽ കാര്യക്ഷമതയോടെ ഉറപ്പുവരുത്താൻ ഇ ഹെൽത്ത് സംവിധാനം ഉപയോഗിച്ച് ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഇത്തരം രോഗങ്ങൾ ബാധിതരായവരുടെ ഡാറ്റാബേസ് തയ്യാറാക്കും. നിലവിൽ കോവിഡ് സൃഷ്ടിച്ച സാഹചര്യം ഭാവിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ ഇത്തരമൊരു ഡാറ്റാബേസ് കയ്യിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. ആരോഗ്യ സംവിധാനങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന സർജ് പ്ലാൻ അതിശക്തമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. മുൻപുണ്ടായിരുന്ന 995 വെന്റിലേറ്ററുകൾ ഇപ്പോൾ 2293 ഉയർന്നിരിക്കുന്നു. ICU ബെഡുകൾ 1800-ൽ നിന്നും 2857 വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാർ ആശുപത്രികളുടെ മാത്രം കണക്കാണ്. ഇതിനു പുറമെ സ്വകാര്യ ആശുപത്രികളിലെ സംവിധാനങ്ങൾ വേറെയുമുണ്ട്. ഓക്സിജൻ ലഭ്യതയുടെ കാര്യത്തിലും ആവശ്യമായ നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കിയാലും രോഗവ്യാപനത്തിന്റെ തോത് നിയന്ത്രണാതീതമായാൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ടാകും. പല വികസിത രാജ്യങ്ങളിലുമുണ്ടായ ദുരന്തങ്ങൾ ഉദാഹരണങ്ങളായി നമ്മുടെ മുൻപിലുണ്ട്. എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെയും ICU ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ബെഡുകൾ എന്നിവയുടെ മാനേജ്മെന്റ് അതത് ജില്ലകളിലെ DPMSU മുഖാന്തരമായി നടക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ സൗകര്യങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെങ്കിൽ നേരിട്ട് അതാത് ജില്ലയിലെ കൺട്രോൾ സെല്ലുമായി ബന്ധപ്പെടാവുന്നതാണ്. ആശുപത്രികളിലേക്ക് നേരിട്ട് വിളിക്കുന്ന രീതി ഒഴിവാക്കേണ്ടതാണ്. സംസ്ഥാനത്തെ രോഗികളിൽ ഭൂരിഭാഗം പേരും വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. വീടുകളിൽ സൗകര്യമില്ലാത്തവർ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഡൊമിസിലറി കെയർ സെന്ററുകളിൽ കഴിയുന്നു. സംസ്ഥാനത്താകെ 138 ഡൊമിസിലറി കെയർ സെന്ററുകളാണുള്ളത്.
അവയുടെയെല്ലാം എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. ഇതിനു പുറമെ CFLTC, CSLTC, കോവിഡ് ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ എന്നീ സജ്ജീകരണങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ എംപാനൽ ചെയ്യപ്പെടാത്ത സ്വകാര്യ ആശുപത്രികളുമുണ്ട്. പരമാവധി സ്വകാര്യ ആശുപത്രികളോടും കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്യണമെന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. മികച്ച പ്രതികരണമാണ് അക്കാര്യത്തിൽ ഇതുവരെ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ കോവിഡ് തരംഗത്തിന്റെ ആരംഭത്തിൽ കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി 106 ആശുപത്രികളാണ് ഉണ്ടായിരുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് 165 ആശുപത്രികളായി വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സ്വകാര്യ ആശുപത്രികളിലെ രോഗികൾക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കും. 2020 രൂപീകരിച്ച സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി മുഖേന ഈ ഇനത്തിൽ 88 കോടി രൂപ ഇതുവരെ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. എംപാനൽ ചെയ്യാനും ജനങ്ങൾക്ക് ഈ സൗകര്യം ലഭ്യമാക്കാനും കൂടുതൽ സ്വകാര്യ ആശുപത്രികൾ മുന്നോട്ട് വരണമെന്നാണ് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്. ബെഡുകളുടെ വിതരണം ജില്ലാ കൺട്രോൾ സെന്ററുകൾ വഴിയാണ് നടത്തേണ്ടത്. അതിനാൽ എല്ലാ സ്വകാര്യ ആശുപത്രികളും അതാതിടത്തെ ബെഡുകളുടെ സ്റ്റാറ്റസ് ജില്ലാ കൺട്രോൾ റൂമുകളിൽ കൃത്യമായി ഓരോ 4 മണിക്കൂറിലും അപ്ഡേറ്റ് ചെയ്യണം. ബെഡുകൾ അനാവശ്യമായി ഉപയോഗിക്കപ്പെടുന്നത് തടയാനും രോഗികൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താനും ഇത് അനിവാര്യമാണ്. ഇക്കാര്യത്തിൽ എല്ലാ ആശുപത്രികളും പൂർണ്ണമായി സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാനത്തിന്റെ കൈവശം ബൾക്ക് ഓക്സിജൻ സിലിണ്ടർ 6008 എണ്ണമുണ്ട്. ബി ടൈപ്പ് സിലിണ്ടർ 21888. ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്ക് 119.7 മെട്രിക് ടൺ. ശരാശരി ഉപയോഗം 111.49 മെട്രിക് ടൺ. സംസ്ഥാനത്തിന്റെ കൈവശം നിലവിൽ 220.09 മെട്രിക് ടൺ ഓക്സിജനുണ്ട്. ലിക്വിഡ് ഓക്സിജൻ സ്റ്റോറേജ് നിലവിൽ 8 സർക്കാർ മെഡിക്കൽ കോളേജിലും നിലവിലുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രി, കൊല്ലം ജില്ലാ ആശുപത്രി, കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി, മാനന്തവാടി ജില്ലാ ആശുപത്രി, തലശ്ശേരി ജനറൽ ആശുപത്രി, എറണാകുളം, കോട്ടയം, തൃശൂർ, എറണാകുളം മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഇടങ്ങളിൽ
ഓക്സിജൻ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് പുതുതായി നിർമ്മിച്ച പ്ലാന്റ് നാളെ കമ്മീഷൻ ചെയ്യും. 9 യൂണിറ്റുകൾക്കുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 38 യൂണിറ്റുകൾക്ക് അംഗീകാരത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ സമയം ആവർത്തിച്ച് അഭ്യർത്ഥിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇടയ്ക്കിടെ സോപ്പിട്ട് കൈകൾ കഴുകുന്നത് ശീലമാക്കണം. പുറത്തുപോയി വരുന്നവർ കുട്ടികളുമായി ഇടപഴകുന്നത് ഒഴിവാക്കണം. പൊതു ഇടങ്ങളിൽ ഇടപഴകുന്നത് ഒഴിവാക്കണം. അയൽപക്കക്കാരുമായി ഇടപഴകുന്നത് കുറക്കണം. കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നിരവധി നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് വാക്സിൻ ഇറക്കുന്നത് കൂലിത്തർക്കം ഉന്നയിച്ച് തൊഴിലാളികൾ തടഞ്ഞു എന്ന വ്യാജ പ്രചരണം. നിസ്വാർത്ഥമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മനോവീര്യം കെടുത്താൻ മാത്രമല്ല, കേരളം മോശമായ അവസ്ഥയിലാണ് എന്ന് ചിത്രീകരിക്കാൻ കൂടിയാണ് ഇത് ഉപകരിക്കുക. രാജ്യം നേരിടുന്ന ഗുരുതര സാഹചര്യം അറിയാവുന്നവരാണ് നമ്മൾ. ഈ മഹാമാരിയുടെ ആക്രമണത്തിൽ നിന്ന് നാടിനെ സംരക്ഷിക്കാൻ സ്വയം മറന്ന് കർമ്മരംഗത്തുള്ളത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവർക്ക് എല്ലാ സൗകര്യവും നൽകുക എന്നതാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. അതിനിടയിൽ ശ്മശാനത്തിൽ തിരക്ക്, ഓക്സിജൻ കിട്ടുന്നില്ല, മോട്ടോർ സൈക്കിളിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയുള്ള വാർത്തകൾ ഉദ്യോഗജനകമായി അവതരിപ്പിക്കുന്നത് മാധ്യമങ്ങളും സ്വയം നിയന്ത്രിക്കാൻ തയ്യാറാവണം. പുന്നപ്രയിലെ കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ട കോവിഡ് ബാധിതനെ ആംബുലൻസ് എത്താനുള്ള സമയം പോലും പാഴാക്കാതെ ആശുപത്രിയിൽ എത്തിച്ച 2 ചെറുപ്പക്കാരുടെ സന്നദ്ധതയാണ് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമമുണ്ടായത്. ആ രോഗി ഇപ്പോ സുഖം പ്രാപിച്ചു വരുന്നതായാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉയർന്നു പ്രവർത്തിച്ച യുവതീ യുവാക്കളെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. നാം നേരിടുന്നത് അസാധാരണമായ സാഹചര്യമാണ്. പലപ്പോഴും സൗകര്യങ്ങൾ പോരാതെ വരും. ഒന്നാം തരംഗഘട്ടത്തിലുണ്ടായതുപോലുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ലഭ്യമായ എല്ലാ ആശുപത്രികളും ആരോഗ്യപരിപാലന സംവിധാനങ്ങളും കോവിഡ് ചികിത്സക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അതിന് സഹായം നൽകുകയാണ് വേണ്ടത്. ദൗർഭാഗ്യവശാൽ ഈ ദുരന്തം അവസരമാക്കിയെടുക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബസ്സിന് അമിത ചാർജ് ഈടാക്കുക, അതുപോലുള്ള പ്രവണതകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം നടപടികൾ
അംഗീകരിക്കാവുന്നതല്ല. അതിനെതിരെ ശക്തമായ നടപടിയും സർക്കാർ സ്വീകരിക്കും. ഇക്കൂട്ടത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായ റെസിലിയൻ കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടത്തിന് ലോകബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും കൺസെഷണൽ ഫണ്ടിംഗായി $250 ദശലക്ഷം ലഭ്യമാകാൻ ധാരണയായി. കാലാവസ്ഥാ വ്യതിയാനത്തെയും പ്രകൃതി ദുരന്തങ്ങളെയും പാർശ്വവ്യാധികളെയും മഹാമാരികളെയും ചെറുക്കാനുള്ള കേരളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതികളാണ് അതിന്റെ ഭാഗമായി നടപ്പാക്കുക. റെസിലിയൻ കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒന്നാം ഘട്ടത്തിന് 2019 ഓഗസ്റ്റിൽ വേൾഡ് ബാങ്ക് $250 ദശലക്ഷം സഹായം ലഭ്യമാക്കിയിരുന്നു. അതിനുശേഷം ജർമ്മൻ ഡെവലപ്മെന്റ് ബാങ്ക് 100 ദശലക്ഷം യൂറോയും ലഭ്യമാക്കിയിരുന്നു. ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി പൊതു സ്വകാര്യ ആസ്തികൾ മെച്ചപ്പെടുത്താനും അങ്ങനെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ട് കേരളം സമർപ്പിച്ച പ്രാഥമിക പ്രോജക്ട് പ്രപ്പോസൽ അംഗീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ആസ്തികളെ മെച്ചപ്പെടുത്തി അപകടങ്ങളെ അതിജീവിക്കാനും പ്രളയങ്ങളെ ചെറുക്കാനും ഹരിത കേരളത്തെ പുനർനിർമ്മിക്കാനും ഈ പദ്ധതി ഉപകരിക്കും. കോവിഡ്-19 മഹാമാരിക്കെതിരെയുള്ള സംസ്ഥാനത്തിന്റെ പോരാട്ടത്തെയും ഈ പദ്ധതി ശാക്തീകരിക്കും. ലോകബാങ്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടുത്തയാഴ്ച നടത്തും. ചർച്ചകൾ വിജയകരമായി പൂർത്തിയാകുന്നതോടെ കേന്ദ്ര സർക്കാർ ഈ ഏജൻസികളുമായി ബാധ്യതാപത്രത്തിൽ ഒപ്പുവെക്കും. മാർച്ച് മാസത്തിൽ $210 ദശലക്ഷം ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്കുള്ള സഹായം വേൾഡ് ബാങ്ക് അംഗീകരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതിനാൽ അത് ആ ഘട്ടത്തിൽ പ്രസിദ്ധപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇടിമിന്നൽ കൂടുതലായി ഉണ്ടാകുന്ന മാസമാണ് ഇത്. കേരളത്തിൽ ഇടിമിന്നലും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും ബന്ധപ്പെട്ട എല്ലാവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ഇടിമിന്നൽ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ തുറന്ന സ്ഥലങ്ങളിലും മരച്ചുവട്ടിലും ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയം വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രവഹിക്കുകയാണ്. ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ ACV
സംസ്ഥാന ദുരന്ത പ്രതിരോധ നിധിയിലേക്ക് 25 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയിട്ടുണ്ട്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 11,66,702 രൂപ. കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 11,69,000 രൂപ. അക്കൗണ്ട് ജനറൽ ഓഫീസ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി 10 ലക്ഷം രൂപ. കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സഹകരണ സംഘം 10 ലക്ഷം രൂപ. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. ചിറക്കൽ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം. പിണറായി സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് 5,78,000 രൂപ. മയിൽ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. തിരുവനന്തപുരം ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് 7 ലക്ഷം. കരുനാഗപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് 7 ലക്ഷം. വള്ളിവട്ടം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 7,71,995 രൂപ. ഏങ്ങണ്ടിയൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 7,38,105 രൂപ. ചെങ്ങളായി സർവീസ് സഹകരണ ബാങ്ക് 7,37,504. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. തൃശൂർ പാണഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം. കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തിരുവനന്തപുരം ജില്ല 5 ലക്ഷം. പിണറായി AKG മെമ്മോറിയൽ GHSS ജീവനക്കാർ ആദ്യ ഗഡുവായി 5,16,346 രൂപ. കടകംപള്ളി സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം. മാറാക്കര സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി 2,06,050 രൂപ. ഹരിപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ആദ്യ ഗഡു 2 ലക്ഷം. GHSS പാലയാട് ഹയർ സെക്കൻഡറി വിഭാഗം ജീവനക്കാർ 2,27,708 രൂപ. RIT എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മ 2,02,199 രൂപ. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി പയ്യന്നൂർ 1 ലക്ഷം. വിരമിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ രാമകൃഷ്ണൻ തൃശൂർ 1 ലക്ഷം. ഒഞ്ചിയം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാക്സിൻ ചാലഞ്ചിലൂടെ CPIM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി സമാഹരിച്ച 1 ലക്ഷം. പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റായ ഡോക്ടർ CP ചിത്രഭാനു 1 ലക്ഷം. ജയദേവൻ മാസ്റ്റർ സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി 1 ലക്ഷം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷ 1 ലക്ഷം. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും വിരമിച്ച ഡോക്ടർ NE രാജീവൻ 1 ലക്ഷം. പ്രോസിക്യൂഷൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ അഡ്വക്കേറ്റ് സുരേഷ് ബാബു തോമസ് 1 ലക്ഷം. യുവധാര ചെമ്മരശ്ശേരിപ്പാറയും DYFI ചെമ്മരശ്ശേരിപ്പാറ യൂണിറ്റും ചേർന്ന് 70,040 രൂപ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആദ്യ ഗഡു 50,000 രൂപ. തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ 50,000. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ KV 50,000. പാറപ്പുറം ജൂനിയർ ബേസിക് സ്കൂളിലെ പ്രധാന അധ്യാപിക ഷീജ ഗംഗാധരൻ 20,000. NGO യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് VM പവിത്രൻ 1 മാസത്തെ പെൻഷൻ തുക 32,000. കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാപ്പനംകോട് യൂണിറ്റ് 37,000. മൈസൺ ഫുഡ്സ് മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് 20,000. സഖാവ് TP ഹൈദ്രുവിന്റെ കുടുംബം വളാഞ്ചേരി 30,000 രൂപ.
CPIM എരുവട്ടി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KP സതുമാസ്റ്റർ 10,000 രൂപ. ഹാൻഡെക്സ് ചെയർമാൻ N രതീന്ദ്രൻ 10,000. ആലപ്പടമ്പ് രക്തസാക്ഷി മാവില ചെണ്ടൻ നമ്പ്യാരുടെ മകൾ KV പത്മിനി 10,000. ഏലിയ ജോസഫ് പോളും എലോറ അന്നപ്പോളും തൃശൂർ 10,000. PTM എടപ്പാലം എത്തിഖാന ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ 51,000. കൊട്ടാരത്ത് അബ്ദുറഹിമാൻ മാസ്റ്റർ വളാഞ്ചേരി 26,620 രൂപ. നൊച്ചാട് തേലക്കരയിൽ ചന്ദ്രൻ 36,000 രൂപ. 10ാം ക്ലാസ് വിദ്യാർത്ഥി അശോക് P നായർ പട്ടാമ്പി, തനിക്ക് ലഭിക്കുന്ന ഭിന്നശേഷി സ്കോളർഷിപ്പ് തുക 10,080 രൂപ, 10,060 രൂപ. പത്തനംതിട്ട ചുങ്കപ്പാറ ഷെറീഫ് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ സാറ ഷാഹുൽ ഹമീദ് 25,000 രൂപ. ചെങ്ങളായി AUP സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥി അനുവിന്ദ ബിജു 1000 രൂപ. നസ്ര സഫ്ഷൽ എരുവട്ടി കൂഴൂർ സക്കാത്ത് കിട്ടിയ 5,000 രൂപ. പന്തളം അനിൽ ഭവനത്തിൽ അശോക് കുമാറിന്റെ മകൾ കൃഷ്ണപ്രിയ 4,355 രൂപ. സംസ്ഥാന ദുരന്ത പ്രതികാര നിധിയിലേക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും സംഭാവന നൽകാവുന്നതാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രകാരം അംഗീകൃത പ്രവർത്തനമാണ് എന്നതിനാൽ കമ്പനികൾക്ക് ഇത് പരിഗണിച്ച് സംഭാവന നൽകാൻ കഴിയും. ഇന്നലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ പ്രതിനിധികളുമായി ഒരു ചർച്ചയുണ്ടായിരുന്നു. ഇതിലവര് എറണാകുളത്ത് VPCLന്റെ ഭാഗമായി 1000 ബെഡുള്ള ഒരു ആശുപത്രിയുടെ സൗകര്യമൊരുക്കാം, കെട്ടിടം നൽകണം, അപ്പോൾ 1000 ബെഡുള്ള ആശുപത്രി സൗകര്യമൊരുക്കാം എന്നവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കലക്ടറുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ അവർ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം എല്ലാ ജില്ലകളിലും കൂടുതൽ ബെഡ് ഒരുക്കുന്നതിനുള്ള ഇതുപോലുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നും കലക്ടർമാരുമായി ബന്ധപ്പെടാമെന്നും അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കാൻ ഇനിയും ഇതുപോലുള്ള CSR മറ്റും ഉപയോഗിക്കാൻ പറ്റുന്നവർ സന്നദ്ധമാകണം എന്നുകൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അല്പം നീണ്ടുപോയി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഭക്ഷണത്തിന് ഹോം ഡെലിവറി അനുവദിക്കുമോ? ഇത് വളരെ പ്രസക്തമായ പ്രശ്നമാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ ഭാഗമായി ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. അതിന്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളിലും 2 കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിൽ ഭക്ഷണം ആവശ്യമായി വരുന്ന ആളുകളും കുടുംബങ്ങളും ഏതാണെന്ന് കണക്കാക്കി അവർക്ക് ഭക്ഷണം വീട്ടിലെത്തിച്ചു കൊടുക്കുക. അതിൽ ജനകീയ ഹോട്ടലുകൾ പല സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ട്. ആ ജനകീയ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം എത്തിക്കാൻ കഴിയും. ജനകീയ ഹോട്ടലുകൾ ഇല്ലാത്ത സ്ഥലത്ത് എത്ര പേര് ഇത്തരത്തിൽ ഭക്ഷണം വേണ്ടവരുണ്ട് എന്ന് കണക്കാക്കി അത്രയും ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകാനുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരംഭിക്കും. അതിനുള്ള നടപടികൾ ഇപ്പം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഹോട്ടലുകളുടെ കാര്യത്തിൽ ഈ പാർസലായിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് തടസ്സങ്ങളില്ല. അത് ആ തരത്തിൽ തുടരും. അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങി സാധനം മേടിക്കേണ്ട ആൾക്കാർ ഈ സത്യവാങ്മൂലം കയ്യിൽ കരുതണമോ? അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ വണ്ടി പിടിച്ചെടുക്കുന്ന നടപടി പോലീസ് സ്വീകരിച്ചിരുന്നു. അങ്ങനെ അനാവശ്യമായി പുറത്തിറങ്ങുന്നവരുടെ വണ്ടി പോലീസ് പിടിച്ചെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അത്യാവശ്യമല്ലെങ്കിൽ
ഈ വണ്ടി പിടിച്ചെടുക്കൽ മാത്രമല്ല മറ്റു നടപടികളിലേക്കും കടന്നു വരും. അത് ആ തരത്തിൽ കടുപ്പിക്കുന്ന നിലയാണ് സ്വീകരിക്കുക. അത്യാവശ്യമായ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്ന നില അനുവദിക്കും. അതിനാണ് പോലീസിൽ നിന്ന് പാസ് വാങ്ങുന്ന കാര്യമടക്കം പറഞ്ഞത്. വളരെ അത്യാവശ്യമായ കാര്യത്തിന് സ്വയം സർട്ടിഫിക്കറ്റോടുകൂടി പോവുകയും ചെയ്യാം. CM, ഈ വാക്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അനിശ്ചിതത്വമുണ്ടോ? പലതവണ കേന്ദ്ര സർക്കാരുമായി കത്തയച്ചിട്ടും അതിനെന്തെങ്കിലും മറുപടി കേന്ദ്രം നൽകിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 45 വയസ്സ് കഴിഞ്ഞവർക്കും ഡബിൾ ഡോസ് വാക്സിൻ എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ 18 വയസ്സിന് ശേഷമുള്ളവർക്കും വാക്സിൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അങ്ങനെ കേന്ദ്രവുമായി എന്തെങ്കിലും ചർച്ച നടത്തിയിട്ട് പോലും അനുഭാവപൂർവ്വമായി എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴ് നമ്മൾ 1 കോടി വാക്സിനാണല്ലോ ചോദിച്ചത് ഈ 18-നും 45-നും ഇടക്ക് പ്രായമുള്ളവർക്ക് നൽകുന്നതിനായിട്ട്. പക്ഷെ ആ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടില്ല. വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ മാസം കിട്ടാനിടയുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ കിട്ടുമ്പോൾ അത് നേരത്തെ പറഞ്ഞ മുൻഗണന അനുസരിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആവശ്യമായ വാക്സിൻ ലഭ്യമാക്കാനുള്ള ഇടപെടൽ തുറന്നു നടത്തും. കേന്ദ്ര ഗവൺമെന്റുമായി തുറന്നും ബന്ധപ്പെടും. അത് തീരുമാനിച്ചിട്ടുമുണ്ട്. സത്യവാങ്മൂലം എന്ന് പറയുമ്പോൾ ഇന്ന് പലയിടത്തും പോലീസ് പരിശോധനയൊക്കെ കണ്ടത് എന്തെങ്കിലും ഒരു പേപ്പറിൽ സത്യവാങ്മൂലം എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് വരുന്നു. അനാവശ്യ കാര്യം പലയിടത്തും പോലീസ് അത് പ്രശ്നമായി എടുക്കുന്നുമുണ്ട്. പോലീസുകാർക്ക് വേറെ വഴിയില്ല അവിടെ. അത് തടയാൻ എന്തെങ്കിലും കൂടുതൽ നടപടി ഉണ്ടാകുമോ? അത് നമ്മുടെ പൊതുവായ ബോധവൽക്കരണമാണ് അതിനാവശ്യം. ഇത് ആരുടെയും യാത്രാ സൗകര്യം തടയുന്നതിന് വേണ്ടിയോ ആളുകളെ വിഷമിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല. നമുക്ക് ഈ മഹാമാരിയെ തടയാനാവണം. മഹാമാരിയെ തടയുന്നതിന് നമ്മളെല്ലാവരും അതുമായി സഹകരിക്കുകയാണ് വേണ്ടത്. അതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ ഒരു സത്യവാങ്മൂലം അവരവരെഴുതി വെക്കാന്ന് പറഞ്ഞിട്ട് അനാവശ്യമായ ഒരു കാര്യം എഴുതി വെച്ച്, ഒരു ഗൗരവമല്ലാത്തൊരു കാര്യം എഴുതി വെച്ച് പോകുമ്പോൾ അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിവായി നിൽക്കണം. അങ്ങനെ ചെയ്താൽ അത്യാവശ്യ കാര്യത്തിന് പോകുന്നവർക്കടക്കം പിന്നീട് വിഷമം വരും. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്. അത്യാവശ്യ കാര്യത്തിന് മാത്രമേ ആ രീതി സ്വീകരിക്കാവൂ. CSI വൈദികരുടെ യോഗവും മൂന്നാർ നടന്ന അതൊക്കെ പ്രശ്നവും കേസും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ മാസം 22-ന് SNDP യോഗത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. 10,000 വോട്ടർമാരും ഒരു 10,500 സംഘാടകരും ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ ആളുകളൊക്കെ വരാനുള്ള സാധ്യത. സർക്കാർ അതിന് അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതെന്താണെന്ന് പരിശോധിക്കുക എങ്ങനെയാണെന്നുള്ളത്. CM, ഈ 1ാം ഘട്ടത്തിലുണ്ടായിരുന്ന ആ ലോക്ക്ഡൌൺ മുതൽ തന്നെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ അതോടൊപ്പം തന്നെ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ വീണ്ടും ഒരു ലോക്ക്ഡൌൺ കൂടി വരുന്നു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അതിലേതെങ്കിലും തരത്തിൽ അവർക്ക് നികുതി അടയ്ക്കുന്നതിലടക്കം എന്തെങ്കിലും ഇളവ് വരുത്തുമോ എന്നുള്ളതാണ്. അത്തരം എന്തെങ്കിലും കാര്യം പരിഗണനയിലുണ്ട്? ഇത് വരുന്നതിന് മുമ്പ് തന്നെ നികുതി ഇളവ് വേണ്ടാലോ. ഇതിപ്പോ വരുന്നല്ലേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പരിശോധിക്കാം. എല്ലാ ഘട്ടത്തിലും അത്തരം ആളുകൾക്ക് സഹായകരമായ നിലപാടാണല്ലോ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. CM, ഈ റേഷൻ കടകളിൽ ഇപ്പോഴും പോസ് മെഷീൻ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആൾക്കാര് അതിൽ ഈ കൈപതിപ്പിക്കുന്നത് ഭയങ്കരമായ ഒരു അപകടസ്ഥിതി സൃഷ്ടിക്കില്ലേ? അത് മാനുവലായിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ള ഒരാവശ്യം ഈ റേഷൻ കട ഉടമകൾ പറയുന്നു. അത്തരമൊരു ആവശ്യമുണ്ട്. എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പരിശോധിക്കാം നമുക്ക്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒക്കെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. നമ്മളോടൊപ്പം ജയിച്ച ആളുകളാണ്. നമ്മളവിടെ ഒരു അനക്കവും കാണുന്നില്ല. CM ഒന്നും പറയുന്നില്ല. മന്ത്രിമാരെയൊന്നും കാണുന്നില്ല. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അത് സംശയമില്ല. ഇപ്പൊ ലോക്ക്ഡൌണിന്റെ ഈ സമയത്ത് നമ്മൾ ആലോചിക്കണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. CM, ഈ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയും ഇടപെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ഒന്ന് ഈ ആശുപത്രിയുടെ ഒരു ഫ്ലോറോ അല്ലെങ്കിൽ ഒരു വിഭാഗമോ സർക്കാർ ഏറ്റെടുക്കുന്നതിനുള്ള എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ? ഇതില് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെട്ടത് വളരെ സഹായകരവുമായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികൾ വലിയ തോതിൽ ചാർജ് ഈടാക്കരുത് എന്ന താല്പര്യത്തോടെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിട്ടുള്ളത്. അക്കാര്യത്തിൽ ഗവൺമെന്റ് ഈടാക്കേണ്ട ചാർജിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കണം എന്നൊരു നിലപാടാണ് ഹൈക്കോടതി എടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കാൻ പോവുകയാണ്. അതിൽ ആരോഗ്യവകുപ്പ് ഫലപ്രദമായി നീങ്ങിയിട്ടുണ്ട്. ഈ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ തീരുമാനത്തിന്റെ
ശുപാർശകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CME കാർഷിക ലോണുകളുടെ തിരിച്ചടവിന് എന്തെങ്കിലും മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ള ഒരാവശ്യം പല ഭാഗങ്ങളിൽ നിന്നും. അല്ല, അത് പല ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഒന്നിച്ചെടുക്കാം കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് എടുക്കാം. ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ആരും ഈ തവണ പിരിക്കാൻ വേണ്ടി ഈ ഘട്ടത്തിൽ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ ബാങ്കുകൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഹോട്ടലുകളുടെ കാര്യത്തിൽ ഈ ലോഡ്ജുള്ള ഹോട്ടലുകൾ എന്നാണ് ഓർഡറിൽ പറയുന്നത്. അപ്പം എല്ലാ ഹോട്ടലുകളും തുറക്കാൻ സമ്മതിക്കുക, അക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ലോഡ്ജുള്ള ഹോട്ടലല്ല, എല്ലാ ഹോട്ടലുകൾ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹോട്ടലുകൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ഭക്ഷണം പാർസലായിട്ട് കൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലയും സ്വീകരിക്കാൻ പറ്റുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. വാങ്ങി ചെയ്യാണ് വേണ്ടത്. CM ഈ കോവിഡിനെതിരായ പോരാട്ടത്തിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ രാജ്യത്തെങ്ങും പോരാടുകയാണല്ലോ. പക്ഷെ കർണാടക എന്നൊരു വാർത്ത വന്നിരിക്കുന്നത്, ഒരു BJP MP ഒരു ആശുപത്രിയിൽ കടന്ന് അവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട പോരാളികളെ, പ്രത്യേകിച്ചും കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ അവിടുന്ന് ഇറക്കി വിട്ടു എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എന്റെ ശ്രദ്ധയിൽ ആ വാർത്തയില്ല. എന്താണെന്ന് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്താണെന്നുള്ളത്. ഇതൊക്കെ സാധാരണഗതിയിൽ കോവിഡ് പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുക, അതിനാവശ്യമായ ആളുകൾ ഉണ്ടാവുക, ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുക, അവരെ ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമല്ല. എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ പറയാൻ പറ്റൂ. അപ്പൊ നമുക്ക് പിന്നീടാവാം ബാക്കി കാര്യങ്ങൾ.